എല്ലാ വിദ്യാർത്ഥികൾക്കും സയൻഷ്യ കുന്നംകുളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കീം 2021 എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എൻട്രൻസ് മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക് ഡിസ്കഷൻ ആരംഭിച്ചിരുന്നു. വെക്ടർ ആൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 2 വീഡിയോസാണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ 2020 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 8 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ നോക്കണം, നമ്മൾ എന്താണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നത്. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ലൈനിൻ്റെ ഇക്വേഷനും പ്ലെയിനിൻ്റെ ഇക്വേഷനുമാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത് വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് whose position vector is vector A and parallel to a vector B. ഒരു പോയിന്റും ഒരു വെക്ടറും അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ എങ്ങനെ ഉണ്ടാവും, ആ ലൈനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് എ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പൊസിഷൻ വെക്ടറാണ് സ്മോൾ എ എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പാരലൽ വെക്ടർ ബിയും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക? ഇതാണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്നതാണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. ഇവിടെ ഈ ബി എന്ന് പറയുന്നത് ഈ കാണുന്ന പാരലൽ വെക്ടറാണ്. എ എന്ന് പറയുന്നത് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്, ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന വെക്ടർ ആയിരിക്കും. അതുപോലെ ആർ എന്ന് പറയുന്നത് ഇതിൽ ജനറൽ കോർഡിനേറ്റ് അല്ലെങ്കിൽ ജനറൽ പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ. ഇത് വെക്ടർ ഫോമാണ്. കാർട്ടീഷ്യൻ ഫോമും കൂടെ ഉണ്ടാവും. കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറായിട്ട് കോർഡിനേറ്റ് ആയിട്ട് x1 y1 z1 എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ വെക്ടർ ബിയുടെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എൽ എം എൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോമിൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: എക്സ് മൈനസ് x1 ബൈ എൽ ഈക്വൽ ടു y മൈനസ് y1 ബൈ എം ഈക്വൽ ടു z മൈനസ് z1 ബൈ എൻ എന്നാണ് നമ്മൾ എഴുതാം. സപ്പോസ് ആ വെക്ടർ ബി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആയിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി എന്ന് എഴുതാം. ഇവിടെ എ ബി സി എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണ്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എ ബി സി എന്ന് പറയുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണ്. എന്താണ് ഡയറക്ഷൻ റേഷ്യോ? ഡയറക്ഷൻ കൊസൈൻ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം, അല്ലേ? ഡയറക്ഷൻ കൊസൈൻസിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ, അതായത് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അത് യൂണിറ്റ് കമ്പോണൻസ് ആയിരിക്കും, യൂണിറ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ് ആയിരിക്കും എൽ എം എൻ എന്ന് പറയുന്നത്. എ ബി സി എന്ന് പറഞ്ഞത് അങ്ങനെ ആവണമെന്നില്ല, യൂണിറ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും കമ്പോണൻസ് ആയാൽ മതി. അത് ഡയറക്ഷൻ റേഷ്യോ ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ ഒരു കാർട്ടീഷ്യൻ ഫോമും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇതിവിടെ പറഞ്ഞിട്ടുള്ള വെക്ടർ ഫോമും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് എന്തിൻ്റെയാണ്? ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പാരലൽ ടു എ വെക്ടർ. അപ്പോൾ ഫസ്റ്റ് ഫോം ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ഫോം നോക്കുക നിങ്ങൾ. രണ്ടാമത്തെ ഫോമിൽ ഇവിടെ ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ 2 പോയിന്റ്സ് ആണ് തന്നിട്ടുണ്ടാവും. 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ഒരു ലൈൻ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ മുകളിൽ 2 പോയിന്റുകൾ എയും ബിയും നമുക്ക് തന്നിട്ടുണ്ടാവും. ആ എയുടെ പൊസിഷൻ വെക്ടറാണ് സ്മോൾ എ എന്ന് പറയുന്നത്, ബിൻ്റെ പൊസിഷൻ വെക്ടറാണ് സ്മോൾ ബി എങ്കിൽ നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക: ആർ ഈക്വൽ ടു എ പ്ലസ് വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി മൈനസ് എ. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ് നമ്മൾ എഴുതുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ഇൻറ്റു ബി മൈനസ് എ. ഓക്കെ, ഇനി അതിൽ തന്നെ കാർട്ടീഷ്യൻ ഫോം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ആ എ ബി എന്ന് പറഞ്ഞ പോയിന്റുകളുടെ കമ്പോണൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. എയുടെ കോർഡിനേറ്റ് ആയിട്ട് x1 y1 z1 നമുക്ക് തന്നിട്ടുണ്ട്. ബിയുടെ കോർഡിനേറ്റ് ആയിട്ട് x2 y2 z2 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക: എക്സ് മൈനസ് x1 ബൈ x2 minus x1 equal to y minus y1 by y2 minus y1 equal to
z minus z1 by z2 minus z1. ഇതാണ് കാർട്ടീഷ്യൻ ഫോം ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ടു ഗിവൺ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ലൈനിൻ്റെ ഇക്വേഷൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ എക്സ് മൈനസ് എക്സ് വൺ ബൈ എന്ന് എഴുതുമ്പോൾ ഈ കാണുന്ന x2 മൈനസ് എക്സ് വൺ y2 മൈനസ് y1 z2 മൈനസ് z1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആയിരിക്കും കേട്ടോ. ഡയറക്ഷൻ റേഷ്യോ ആയിരിക്കും ആ ലൈനിൻ്റെ. ഓക്കെ, ആ ഡയറക്ഷൻ റേഷ്യോ എങ്ങനെയാണ് നമ്മൾ എഴുതുക? x2 മൈനസ് എക്സ് വൺ y2 മൈനസ് y1 z2 മൈനസ് z1. ഇങ്ങനെയാണ് ആ ഡയറക്ഷൻ റേഷ്യോ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ഫോം ഓഫ് ലൈൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ്. എങ്ങനെ രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇവിടെ ലൈൻ കാർട്ടീഷ്യൻ ഫോമിൽ വെക്ടർ ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട്. r ഈക്വൽ ടു a1 പ്ലസ് ലാംഡ b1ഉം r ഈക്വൽ ടു a2 പ്ലസ് ലാംഡ b2, ലാംഡ അല്ലെങ്കിൽ മ്യൂ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ അങ്ങനെ രണ്ട് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു ലൈൻ ഇവിടെ L1 എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ വരച്ചു, അടുത്ത ലൈൻ L2 എന്ന് പറഞ്ഞ ലൈൻ നമ്മളിവിടെ വരച്ചു. ഈ L1ൻ്റെ L2ൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്? L1ന് പാരലൽ ആയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഒരു B1 തന്നിട്ടുണ്ടാവും അല്ലേ? L1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഒരു പാരലൽ വെക്ടർ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡ് ലൈനിൻ്റെ ഇക്വേഷനും സെക്കൻഡ് ലൈനിൻ്റെ കൂടെയും എന്ത് തന്നിട്ടുണ്ടാവും? ഒരു പാരലൽ വെക്ടർ B2 തന്നിട്ടുണ്ടാവും. ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആംഗിൾ ബിറ്റ്വീൻ ദ ടു പാരലൽ വെക്ടേഴ്സ് B1 ആൻഡ് B2 കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. കോസ് തീറ്റ ഈക്വൽ ടു മോഡ് B1 ഡോട്ട് B2 ബൈ മോഡ് B1 മോഡ് B2 എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അത് തന്നെയാണ് നമ്മൾ എന്തായിട്ടും ഇവിടെ എടുക്കുന്നത്? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആയിട്ടും എടുക്കുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് ഹെഡിങ് വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ഇത് വെക്ടർ ഫോമിൽ നമുക്ക് ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നാൽ, കാർട്ടീഷ്യൻ ഫോമിലാണ് തരുന്നതെങ്കിലോ, കാർട്ടീഷ്യൻ ഫോമിൽ തരുമ്പോൾ ഇവിടെ a1 b1 c1ഉം a2 b2 c2 ഒക്കെ എന്താണ്? ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ടു ലൈൻസ് ആയിരിക്കും. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ തീറ്റ പറഞ്ഞിട്ടുണ്ട്. ആ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണെങ്കിൽ ആ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? ഈ B1 ഡോട്ട് B2 ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താണോ കിട്ടുക അത് തന്നെയാണ് ഇവിടെ. പുതിയതായിട്ടുള്ള ഇക്വേഷൻ ഒന്നുമല്ല. മോഡ് a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ. ഇതും ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസിൽ നമ്മൾ പഠിച്ച അതേ ഫോമുല, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സിൽ നമ്മൾ പഠിച്ച അതേ ഫോമുലയാണ്. അത് തന്നെയാണ് നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണ് ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവുക? ആ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുമ്പോഴാണ് അല്ലേ? 90 ഡിഗ്രി ആവുകയെന്ന് വെച്ചാൽ കോസ് 90 എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് 0 വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? തീറ്റ 90 ഡിഗ്രി ആണ്, ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ രണ്ട് ലൈൻസിൻ്റെയും ഡയറക്ഷൻ റേഷ്യോസിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതും പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസിൽ നിന്ന് നമുക്ക് എടുക്കേണ്ട ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒക്കെ ആവശ്യം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് നമുക്ക് പഠിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അഡീഷണൽ പോയിന്റും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞൊരു പോയിന്റ്. എന്താണ് സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ? ലൈൻസ് ഓൺ സ്പേസ് വിച്ച് ആർ നൈദർ പാരലൽ നോർ ഇന്റർസെക്റ്റിംഗ്. നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ക്യൂ ലൈൻസ് എന്ന് പറയുക. എന്താണ്? നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ് എന്താ? സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. ആ സ്ക്യൂ ലൈൻസ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയിൻസിലാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ഫ്ലോർ XY പ്ലെയിൻ, ഇതാണ് XY പ്ലെയിൻ എന്ന് വിചാരിക്കും. ഈ താഴെ കാണുന്നതാണ് XY പ്ലെയിൻ, ഇവിടെ മുകളിൽ കാണുന്നതാണ് ZY പ്ലെയിൻ. ഓക്കെ, ഇത് ZY പ്ലെയിൻ, ഇത് XY പ്ലെയിൻ. ഇങ്ങനെ രണ്ട് പ്ലെയിൻസ് എന്ന് വിചാരിക്കും. ഈ രണ്ട് പ്ലെയിനിലായിട്ട് വരയ്ക്കുന്ന ഒന്ന് ഇവിടെ വരയ്ക്കാം, പിന്നെ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഈ രണ്ട് പ്ലെയിനിലായിട്ട് വരയ്ക്കുന്ന രണ്ട് ലൈൻസ്, അത് ഈ വരച്ച ലൈനുകൾ എന്തല്ല? പാരലൽ അല്ല, എന്നാലത് ഇന്റർസെക്റ്റ് ചെയ്യൂല. അങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ക്യൂ ലൈൻസ് എന്ന് പറയുക. നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ആ സ്ക്യൂ ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദ്യം ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ആ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. r ഈക്വൽ ടു വെക്ടർ r ഈക്വൽ ടു a1 പ്ലസ് ലാംഡ b1 എന്നായിരിക്കും ആദ്യത്തെ ലൈനിൻ്റെ ഇക്വേഷൻ വരിക.
ആർ ഈക്വൽ ടു A2 പ്ലസ് മ്യൂ B2 ആയിരിക്കും രണ്ടാമത്തെ ലൈനിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് D ഈക്വൽ ടു മോഡുലസ് B1 cross B2 dot A2 minus A1 divided by mod B1 cross B2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഐഡിയ കിട്ടിയോ? അപ്പോൾ സ്ക്യൂ ലൈൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് എന്താണെന്നും മനസ്സിലാക്കുക. അടുത്തത് രണ്ട് പാരലൽ ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. രണ്ട് പാരലൽ ലൈൻസ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കണം. ആർ ഈക്വൽ ടു എ പ്ലസ് ബി എ വെക്ടർ എ പ്ലസ് ലാംഡ ബിയും ആർ ഈക്വൽ ടു വെക്ടർ A2 ആണ് കേട്ടോ. A2 പ്ലസ് ലാംഡ ബി എന്നായിരിക്കും നമുക്ക് വെക്ടർ തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ലൈൻ തന്നിട്ടുണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന രണ്ട് വെക്ടേഴ്സും എന്തായിരിക്കും ഇവിടെ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ബി എന്ന് പറഞ്ഞത് സെയിമോ അല്ലെങ്കിൽ പ്രൊപ്പോർഷണലോ ആണെങ്കിൽ ലൈൻസ് എന്താണെന്ന് മനസ്സിലാവും, പാരലൽ ആണെന്ന് മനസ്സിലാവും. അങ്ങനെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് D ഈക്വൽ ടു B ക്രോസ് A2 മൈനസ് A1 ബൈ മോഡ് ബി. B ക്രോസ് A2 മൈനസ് A1 ബൈ മോഡ് ബി. ഇത് മോഡുലസ് എടുക്കണം കേട്ടോ. B ക്രോസ് A2 മൈനസ് A1 എടുക്കുമ്പോൾ അതിനകത്തൊരു മോഡുലസ് എടുക്കണം, എന്നാലേ അത് നമ്പറായിട്ട് മാറുള്ളൂ. ഡിവൈഡഡ് ബൈ മോഡ് ബി. ഇതാണ് എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്ലെയിനിലെ ഇക്വേഷൻസ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ പ്ലെയിനിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കണം, ദ വെക്ടർ ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഇൻ വിച്ച് ദ ഡിസ്റ്റൻസ് d ഫ്രം ദ ഒറിജിൻ ആൻഡ് n ക്യാപ് ഇസ് എ യൂണിറ്റ് നോർമൽ ടു ദ പ്ലെയിൻ ത്രൂ ദ ഒറിജിൻ. അതായത് ഒരു പ്ലെയിൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഒരു പ്ലെയിൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്ലെയിനിൽ നിന്ന് ഒറിജിനിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഒറിജിൻ ഓയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഡിയും ആ വെക്ടർ ഓയിൽ നിന്ന് ഈ പ്ലെയിനിലോട്ട് വരയ്ക്കുന്ന നോർമൽ വെക്ടർ എൻ ക്യാപ്പ്, യൂണിറ്റ് നോർമൽ എൻ ക്യാപ്പും തന്നിട്ടുണ്ടെങ്കിൽ പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആർ ഡോട്ട് എൻ ക്യാപ്പ് ഈക്വൽ ടു ഡി. വെക്ടർ ആർ ഡോട്ട് എൻ ക്യാപ്പ് ഈക്വൽ ടു ഡി എന്ന് പറയും. ഇവിടെ എൻ ക്യാപ്പ് ഇസ് ദ യൂണിറ്റ് നോർമൽ ആൻഡ് ഡി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. ഓക്കെ, ഡി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. ഇത് തന്നെ നമുക്ക് കാർട്ടീഷ്യൻ ഫോമിൽ എങ്ങനെ എഴുതാം? ഇവിടെ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെ LMN കമ്പോണൻസ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതായത് എൻ ക്യാപ്പിനെ നമ്മൾ ഇങ്ങനെ എഴുതും, LI പ്ലസ് MJ പ്ലസ് NK ആയിട്ട് എഴുതുവാണെങ്കിൽ എന്തായിരിക്കും ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ? LX പ്ലസ് MY പ്ലസ് NZ ഈക്വൽ ടു D എന്നായിരിക്കും ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ ഫോമിൽ നമ്മൾ പറയുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി സപ്പോസ് ഇവിടെ ഈ കാണുന്നത് എൻ ക്യാപ്പ് അല്ലാതെ വെറുതെ എൻ ആയിട്ട് നമുക്ക് തരാം കേട്ടോ. വെക്ടർ എൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരാം, AI പ്ലസ് BJ പ്ലസ് CK എന്ന് പറഞ്ഞ ഒരു വെക്ടറായിട്ട് തരാം. ഇത് നോർമൽ വെക്ടറാണ്, യൂണിറ്റ് നോർമൽ അല്ല എന്ന് തരാം. അങ്ങനെയാണെങ്കിൽ ഈ എല്ലും എമ്മും എന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇക്വേഷൻ? AX പ്ലസ് BY പ്ലസ് CZ ഈക്വൽ ടു D എന്ന് എഴുതാം. അപ്പോൾ ഈ കാണുന്ന D എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? ഡിസ്റ്റൻസ് ആയിരിക്കില്ല, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ജസ്റ്റ് എ കോൺസ്റ്റൻറ്റ് മാത്രമായിരിക്കും കേട്ടോ. കാരണം ഇവിടെ n എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് യൂണിറ്റ് വെക്ടർ അല്ല. യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ കൂടെ എഴുതുന്ന D എന്താവുള്ളൂ? ഡിസ്റ്റൻസ് ആവുള്ളൂ. അപ്പോൾ യൂണിറ്റ് വെക്ടർ ആക്കാൻ ഇതിനെ A എന്ന് പറഞ്ഞാൽ ABC എന്ന് പറഞ്ഞ കമ്പോണൻസിനെ യൂണിറ്റ് കമ്പോണൻസ് ആക്കാൻ, LMN ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് A ബൈ root of a square plus b square plus c square, b by root of a square plus b square plus c square and c by root of a square plus b square plus c square എഴുതിയാൽ മതി. അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ഫോമിലുള്ള പ്ലെയിനിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് ഫോം നോക്കുക നിങ്ങൾ, ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ത്രൂ എ പോയിന്റ് whose position vector A and the perpendicular to the vector n is given. അതായത് ഒരു പ്ലെയിന് നമുക്കിവിടെ തന്നിട്ടുണ്ടാവും. ആ പ്ലെയിനിലെ ഒരു പോയിന്റ് A എന്ന് പറഞ്ഞൊരു പോയിന്റ്, ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന പൊസിഷൻ വെക്ടർ A നമുക്ക് തന്നിട്ടുണ്ട്. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ എന്നും തന്നിട്ടുണ്ട്. എങ്കിൽ ആ പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടർ ഫോം ഇതാണ്, ആർ മൈനസ് വെക്ടർ എ ഡോട്ട് എൻ ഈക്വൽ ടു 0. ആർ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിന്റ് ആണ്. ആർ മൈനസ് വെക്ടർ എ ഡോട്ട് എൻ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ആ പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല. ഇനി അതിൽ തന്നെ നമുക്ക് അതിനെ എന്താക്കി മാറ്റാം? കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റാം. കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ ആ പെർപെൻഡിക്കുലർ വെക്ടറിന് ഒരു കമ്പോണൻസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. കമ്പോണൻസ് ആയിട്ട്
എ ബി സി ആണ് തന്നിട്ടുള്ളത്. ഈ n എന്ന് പറഞ്ഞ വെക്ടറിന്റെ കമ്പോണൻസ് എ ബി സി ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x1 y1 z1 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ശ്രദ്ധിക്കുക. എ ഈക്വൽ ടു പ്ലെയിനിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. എ ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു y മൈനസ് y1 പ്ലസ് സി ഇൻറ്റു z മൈനസ് z1 ഈക്വൽ ടു 0. ഓക്കെ, a ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു y മൈനസ് y1 പ്ലസ് സി ഇൻറ്റു z മൈനസ് z1 ഈക്വൽ ടു 0. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എ ബി സി എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ പറയും? ഡയറക്ഷൻ കൊസൈൻ അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ ആയിരിക്കാം നമുക്ക് നല്ലത്. റേഷ്യോ ഓഫ് ദ പ്ലെയിൻ എന്ന് നമുക്ക് പറയാം. ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദ പ്ലെയിൻ. ശരിക്കും അത് ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദ നോർമൽ വെക്ടർ ആണ്. അത് തന്നെയാണ് നമ്മൾ എന്തിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആയിട്ട് എടുക്കുന്നത്? ആ പ്ലെയിനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആയിട്ടും സെലക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എ ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു y മൈനസ് y1 പ്ലസ് സി ഇൻറ്റു z മൈനസ് z1 ഈക്വൽ ടു 0 ആണ്. Equation of a plane passing through a point and perpendicular to a vector with the components a, b, c. Okay, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. നോക്കുക, ഇത് മൂന്നാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിന്റ്സ്. 3 നോൺ കൊളീനിയർ പോയിന്റ്സ്. ആ പ്ലെയിനിന്റെ മുകളിൽ കൊളീനിയർ അല്ലാത്ത 3 പോയിന്റുകൾ x1 y1 z1 x2 y2 z2 x3 y3 z3 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലെയിനിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് x മൈനസ് x1 y മൈനസ് y1 z മൈനസ് z1 x2 minus x1 y2 minus y1 z2 minus z1 x3 minus x1 y3 minus y1 z3 minus z1 equal to 0 എന്നുള്ളതാണ് ആ ഡിറ്റർമിനന്റ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ നോൺ കൊളീനിയർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അത് മൂന്നാമത്തെ ഫോമാണ്. ഇനി നാലാമത്തെ ഫോം പ്ലെയിനിന്റെ ശ്രദ്ധിക്കണം. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ കട്ട്സ് ദ കോർഡിനേറ്റ് ആക്സസ് അറ്റ് എക്സ് at a00 0b0 and 00c എന്ന് വെച്ചാൽ നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് ഇങ്ങനെ നമ്മൾ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ കോർഡിനേറ്റ് ആക്സിസിൽ എക്സ് ആക്സിസിനെ a00 എന്ന് പറയുന്ന പോയിന്റിലും വൈ ആക്സിസിനെ 0b0 എന്ന് പറയുന്ന പോയിന്റിലും സെഡ് ആക്സിസിനെ 00c എന്ന് പറഞ്ഞ പോയിന്റിലും കട്ട് ചെയ്യുന്നതായിട്ടുള്ള ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ പ്ലെയിനിന്റെ ഇക്വേഷൻ എക്സ് ആക്സിനെ എയിൽ കട്ട് ചെയ്യുന്നു, വൈ ആക്സിനെ ബിയിൽ കട്ട് ചെയ്യുന്നു, സെഡ് ആക്സിനെ സിയിൽ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞ് പഠിക്കേണ്ടത്. ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ പ്ലെയിൻ എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കേണ്ടത്. നമ്മൾ ലൈനിന്റെ ഇന്റർസെപ്റ്റ് ഒക്കെ പഠിച്ച പോലെ തന്നെ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. ഇതാണ് നാലാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ. ഒരു ഇക്വേഷനും കൂടെ നമുക്ക് ഇനി പറയാം. ഇതിനകത്തൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന എ എന്ന് പറഞ്ഞാണ് എക്സ് ഇന്റർസെപ്റ്റ്, ഇതാണ് വൈ ഇന്റർസെപ്റ്റ്, ഇതാണ് സെഡ് ഇന്റർസെപ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ 1 ആയിരിക്കണം, കോഎഫിഷ്യൻസ് ഒക്കെ ഡിനോമിനേറ്ററിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റർസെപ്റ്റ് ഫോം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് ഫോം, പ്ലെയിനിന്റെ ലാസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻസ്. 2 പ്ലെയിനുകൾ തന്നിട്ടുണ്ട്. ആ 2 പ്ലെയിനുകളുടെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമതൊരു പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതായത് ആദ്യത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ π1 ഈക്വൽ ടു 0 എന്ന് വിചാരിക്കൂ. രണ്ടാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ π2 ഈക്വൽ ടു 0 ആണെങ്കിൽ മൂന്നാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ π1 പ്ലസ് ലാംഡ ഇൻറ്റു π2 ഈക്വൽ ടു 0 ആയിരിക്കും. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. r ഡോട്ട് n1 പ്ലസ് ലാംഡ n2 ഈക്വൽ ടു d1 പ്ലസ് ലാംഡ d2. ലാംഡ എന്ന് പറയുന്നത് നോൺ സീറോ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. ഒരു പോയിന്റ്, ആ പ്ലെയിനിന്റെ മുകളിൽ ഒരു പോയിന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് 2 ഗിവൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. സപ്പോസ് ഇനി കാർട്ടീഷ്യൻ ഫോമിലാണ് പ്ലെയിനിന്റെ ഇക്വേഷൻ തരുന്നതെങ്കിൽ a1x പ്ലസ് b1y പ്ലസ് c1z minus d1 equal to 0 first plane, a2x plus b2y plus c2z minus d2 equal to 0 ആണ് രണ്ടാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ എങ്കിൽ മൂന്നാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷനിലൂടെ ലൈൻ ഓഫ് ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് a1x പ്ലസ് b1y പ്ലസ് c1z മൈനസ് d1 പ്ലസ് ലാംഡ ഇൻറ്റു a2x പ്ലസ് b2y plus c2z minus d2 equal to 0 എന്ന് പറയുന്നതായിരിക്കും ആ മൂന്നാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ. ലാംഡ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ അഡീഷണൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ലൈനുകൾ
രണ്ട് ലൈനുകളുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൺ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി വൺ ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി വൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് ലൈൻ. എക്സ് മൈനസ് എക്സ് ടു ബൈ എ ടു ഈക്വൽ ടു വൈ മൈനസ് വൈ ടു ബൈ ബി ടു ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് ടു ബൈ സി ടു. ഈ രണ്ട് പ്ലെയിൻസ് കോപ്ലാനാർ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? ഈ ഒരു ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഡിറ്റർമിനൻ്റ് എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺ സെഡ് ടു മൈനസ് സെഡ് വൺ എ വൺ ബി വൺ സി വൺ എ ടു ബി ടു സി ടു ഈക്വൽ ടു 0 എന്നെടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലാവും? അത് 0 ആണെങ്കിൽ, ആ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ ഈ രണ്ട് ലൈനുകൾ കോപ്ലാനാർ ആയിരിക്കും. ഇനി ഈ രണ്ട് ലൈനുകൾ കോപ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താവും ചെയ്യും? 0 ആവും ചെയ്യും. അപ്പോൾ കോപ്ലാനാരിറ്റി ഓഫ് ടു ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനകത്ത് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനകത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് ഇത്, ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്, നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ എന്തും പഠിക്കാനുണ്ട്? ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ആർ ഡോട്ട് എൻ വൺ ഈക്വൽ ടു ഡി വൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്ലെയിൻ, ആർ ഡോട്ട് എൻ ടു ഈക്വൽ ടു ഡി ടു എന്ന് പറഞ്ഞ സെക്കൻഡ് പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ഈ എൻ വണ്ണും എൻ ടുവും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. അതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കോസ് തീറ്റ ഈക്വൽ ടു അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എൻ വൺ ഡോട്ട് എൻ ടു ബൈ മോഡ് എൻ വൺ എൻ ടു എന്ന് പറയുന്നതാണ് നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ പ്ലെയിൻ, അതും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി ഈക്വൽ ടു 0 എന്ന് പറയുന്ന പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സാധാരണ പോയിന്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ ലൈൻ ഇക്വേഷൻ ഇല്ലേ, അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആയിരിക്കും മുകളിൽ നിന്ന് മാത്രം. മോഡ്ലെസ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി സെഡ് വൺ പ്ലസ് ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതായത് എക്സ് വൈ സെഡിന് പകരം എക്സ് വൺ വൈ വൺ സെഡ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ പ്ലെയിൻ ആയി. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോർമുലാസ് ആണ് നമുക്ക് ഇതിനകത്ത് മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കുക, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈസ് ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ? ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ ഉള്ള പോയിന്റ് ഓപ്ഷനിൽ നിന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മെത്തേഡുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഈ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ പോയിന്റിന് പകരം എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിന്റുകൾക്ക് പകരം അല്ലെങ്കിൽ ആ വേരിയബിൾസിന് പകരം ഈ കാണുന്ന പോയിന്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഓപ്ഷൻ എയിലെ പോയിന്റ് 2 6 മൈനസ് 2 അല്ലേ, ഇതിവിടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള റേഷ്യോ കിട്ടണം. 2 മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 1/2 എന്ന് വരും. ഓക്കെ, അത് എക്സിന് കോർഡിനേറ്റ്. ഇനി വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ 6 + 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/4 എന്ന് വന്നു. ഇത് 1/2 അല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ. ഇനി രണ്ടാമത് ഓപ്ഷൻ ബി നോക്കുക. അവിടെ 4 3 1 ആണ് പോയിന്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടും. അത് ഓക്കെയാണ്. 3/2 അവിടെ ഇരിക്കട്ടെ. അടുത്ത പോയിന്റ് 3 + 1/4 അല്ലേ, 3 + 1/4 എന്ന് പറയുമ്പോൾ 4/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ 3/2, ഇവിടെ 1. അപ്പോഴും ആ റേഷ്യോ കറക്റ്റ് ആവുന്നില്ല. അടുത്തത് ബി സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കുക. 3 4 മൈനസ് 1 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കിയേ? 3 മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 വിച്ച് ഇസ് 1. അത് ഓക്കെയാണ്, കുഴപ്പമില്ല. അടുത്തത് 4 + 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 അത് ഈക്വൽ അല്ല, അപ്പോൾ അതുകൊണ്ട് സി അല്ല. ഇനി ഡി ചെക്ക് ചെയ്യുക നമ്മൾ. 3 3 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയേ? 3 മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 വിച്ച് ഇസ് ഈക്വൽ ടു 1. അടുത്തത് 3 + 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 4/4 ദാറ്റ് ഈസ് 1. അപ്പോൾ രണ്ട് റേഷ്യോ സെയിം ആയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ റേഷ്യോ കൂടെ നമ്മളൊന്ന് കണ്ടുപിടിക്കുക. z മൈനസ് സെഡിന് പകരം ഇവിടെ 0 ആണ് കൊടുക്കുന്നത്. 0 മൈനസ് 2/-2 ദാറ്റ് ഈസ് ഈക്വൽ ടു -2/-2 1. അപ്പോൾ മൂന്ന് റേഷ്യോയും സെയിം ആണ് അല്ലേ, മൂന്നും 1 ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി നിങ്ങൾക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റും കൂടെ നമ്മൾ പഠിച്ചു വെക്കുക. ഇവിടെ x മൈനസ് 1/2 ഈക്വൽ ടു y പ്ലസ് 1/4 ഈക്വൽ ടു z മൈനസ് 2/-2 എന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്ക് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു ജനറൽ പോയിന്റ് കണ്ടുപിടിക്കുക. ഈ ലൈനിൻ്റെ മുകളിലെ ഒരു ജനറൽ പോയിന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മളൊരു ഇക്വേഷനായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് x മൈനസ് x1/a ഈക്വൽ ടു y മൈനസ് y1/b ഈക്വൽ ടു z മൈനസ് z1/c ആണേ.
സി എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലൈനിൻ്റെ മുകളിൽ ജനറൽ പോയിന്റ് എക്സ് വൈ സെഡ് ആണല്ലോ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനെ ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്തിട്ട് ഓരോന്നും ഈക്വേറ്റ് ചെയ്യുക ലാംഡയ്ക്ക്. അപ്പോൾ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു ലാംഡ എന്ന് വരും. അതുപോലെ വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു ലാംഡ എന്ന് വരും. സെഡ് മൈനസ് സെഡ് വൺ ബൈ സി ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് എക്സ് വൺ ഈക്വൽ ടു ലാംഡ എ, വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു ലാംഡ ബി, സെഡ് മൈനസ് സെഡ് വൺ ഈക്വൽ ടു ലാംഡ സി എന്ന് വരും. എക്സ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് ലാംഡ എ, y equal to y1 plus lambda b, z equal to z1 plus lambda c എന്ന് വരും. അപ്പോൾ ഇതാണ് ജനറൽ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഏത് x1 പ്ലസ് ലാംഡ എ, y1 പ്ലസ് ലാംഡ ബി, z1 പ്ലസ് ലാംഡ സി എന്ന് പറയുന്നതാണ് ഈ തന്നിട്ടുള്ള ലൈനിൻ്റെ മുകളിലെ ഒരു ജനറൽ പോയിന്റ്. ഇവിടെ ലാംഡയ്ക്ക് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ലാംഡയ്ക്ക് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ പോയിന്റ് ആണ് x1 y1 z1. അത് ഈ ലൈനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് ആണ് അല്ലേ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജനറൽ പോയിന്റ് ഓൺ എ ലൈൻ എഴുതുക. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. പല സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യം വരും ജനറൽ പോയിന്റ് ഓൺ എ ലൈൻ. ഒരു ലൈനിൻ്റെ മുകളിലെ ജനറൽ പോയിന്റ് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഇത്. A plane passes through the point 0, 1, 1 and has a normal vector I plus j plus k. ഒരു പ്ലെയിൻ 0, 1, 1ലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ പ്ലെയിനിൻ്റെ ഒരു നോർമൽ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് I plus j plus k ആണ്. ദെൻ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഈസ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പോയിന്റിലൂടെ ഒരു വെക്ടർ നോർമൽ ആയിട്ടുള്ള പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു. എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് b into y minus y1 plus c into z minus z1 equal to 0. ഇവിടെ x1 y1 z1 എന്ന് പറഞ്ഞാൽ പോയിന്റ് ആണ്. എ ബി സി എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പറയുന്ന വെക്ടറിന്റെ കമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻസ് ഏതാണ്? x1 y1 z1 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? ഇവിടെ 0, 1, 1 ആണ് അല്ലേ. അതുപോലെ എ എന്ന് പറയുന്ന കമ്പോണന്റ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് 1 ആണ്, ബിയും 1 ആണ്, സിയും 1 ആണ്. അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ വെക്ടറിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 ഇൻറ്റു എക്സ് മൈനസ് 0 പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. അതായത് എക്സ് പ്ലസ് വൈ മൈനസ് 1 പ്ലസ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് മൈനസ് 2 ഈക്വൽ ടു 0 എന്നാണ് എഴുതുക. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് ഓപ്ഷനിലുള്ള പോലെ കറക്റ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കുക. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കുക. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 4, 2, 3. 4, 2, 3 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് r ഡോട്ട് 6i പ്ലസ് 2j മൈനസ് 9k ഈക്വൽ ടു 46 എന്ന് പറയുന്ന പ്ലെയിനിലോട്ടുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ പ്ലെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി സെഡ് വൺ മൈനസ് ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് ഇക്വേഷൻ അല്ലേ. നമുക്കിവിടെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോമിലല്ല, വെക്ടർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അതിനെ നിങ്ങൾ കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റണം. അങ്ങനെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഈ ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് പറയുന്ന വെക്ടറാണ്. അതുകൊണ്ട് ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 6x പ്ലസ് 2y മൈനസ് 9z ഈക്വൽ ടു 46 ആണ്. അത് നമുക്ക് മൈനസ് 46 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതായിരിക്കും ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ഇനി പോയിന്റ് നമുക്കറിയാലോ, 4, 2, 1 അല്ലേ പോയിന്റ്. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ 4, y1 എന്ന് പറഞ്ഞാൽ 2, z1 എന്ന് പറയുമ്പോൾ 3. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും നോക്കിയേ? 6 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 2 മൈനസ് 9 ഇൻറ്റു 3 മൈനസ് 46 ഡിവൈഡഡ് ബൈ മോഡ് ഓർ റൂട്ട് ഓഫ്, ഇത് മോഡ്ലെസ് മൊത്തമായിട്ട് മോഡ്ലെസ് എടുക്കുക, റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും നോക്കിയേ? മുകളിൽ 24 പ്ലസ് 2 28, 28 മൈനസ് 27 1 വരും, 1 മൈനസ് 46 മൈനസ് 45 വരും. ഡിനോമിനേറ്ററിൽ 36 പ്ലസ് 4 40, 40 പ്ലസ്
81 121 വരും അല്ലേ. റൂട്ട് ഓഫ് 121 എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ മോഡുലസ് ഉണ്ട്, അത് നമുക്ക് 45/11 എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. മോഡുലസ് ആണ്, ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് എടുത്താൽ മതി. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക, 45/11. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിച്ചു. അടുത്ത 4ാമത്തെ ക്വസ്റ്റൻ നോക്കിക്കോളൂ. ദ സം ഓഫ് ഇന്റർസെപ്റ്റ്സ് മെയ്ഡ് ബൈ ദ പ്ലെയിൻ r.3i + j + 2k = 18 ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ്. അതായത് ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതി ഇന്റർസെപ്റ്റുകളുടെ സം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ പ്ലെയിനിനെ ആദ്യം നമുക്ക് കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റി എഴുതാം. r.3i + j + 2k = 18 ആണ് നമ്മുടെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ഇതിനെ കാർട്ടീഷ്യൻ ഫോമിലോട്ട് മാറ്റിയാൽ എന്ത് കിട്ടും? 6x + y + 2z = 18 എന്ന് കിട്ടും. ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 18ന്റെ ആ ഒരു പൊസിഷനിൽ 1 ആണ് വരേണ്ടത്. അപ്പോൾ ത്രൂ ഔട്ട് ഇക്വേഷൻ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്ത് കിട്ടും? 3x/18 + y/18 + 2z/18 = 1. അതായത് ഇവിടെ കട്ട് ചെയ്ത് കളയുമ്പോൾ x/6 അല്ലേ പ്ലസ് y/18 പ്ലസ് z/9 = 1 എന്ന് കിട്ടും. ഇവിടുത്തെ ഇന്റർസെപ്റ്റുകൾ 6, 18 ആൻഡ് 9 ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് 33 ആണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഇതിൻ്റെ ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതിയിട്ട് ഇന്റർസെപ്റ്റുകളുടെ സമ്മാണ് എന്താണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സം ഓഫ് ദ ഇന്റർസെപ്റ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ 33 എന്ന് ആൻസർ എഴുതിയത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിക്കോളൂ. The point at which the line x - 2/1 = y - 4/-5 = z + 3/4 intersect the xy plane. ശ്രദ്ധിക്കണം, xy പ്ലെയിനിനെ ഈ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ് എന്നാണ് ചോദ്യം. xy പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് xy പ്ലെയിനിന്റെ പ്രത്യേകത? xy പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറിൽ കാണുന്ന പ്ലെയിൻ ആണ് അല്ലേ. അവിടെ എന്തുണ്ടാവില്ല? z എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവില്ല. അതായത് xy പ്ലെയിനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് ഇട്ടാൽ അത് x y 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ xy പ്ലെയിനിലെ പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? x y 0 ആയിരിക്കും. അതുപോലെ yz പ്ലെയിനിലെ പോയിന്റ് ആണെങ്കിൽ അവിടെ y-ഉം z-ഉം ആണ് കോർഡിനേറ്റ് ഉണ്ടാവുക, എന്തുണ്ടാവില്ല? x ഉണ്ടാവില്ല. അതുപോലെ തന്നെ x z പ്ലെയിനിലാണെങ്കിൽ x-ഉം z-ഉം കോർഡിനേറ്റ് ഉണ്ടാവും, y 0 ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എടുക്കുക. ഇത് xy പ്ലെയിനിലെ പോയിന്റ് ആണ് കേട്ടോ. പോയിന്റ് ഓൺ xy പ്ലെയിൻ, അതിങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ ലൈൻ, ആ ലൈൻ നമ്മൾ ഇങ്ങനെ എഴുതും. x - 2/1 = y - 4/-5 = z + 3/4. ഇതാണ് ആ ലൈൻ. ഇതിനെ നമുക്ക് = ലാംഡ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെ ജനറൽ പോയിന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതിക്കേ, പെട്ടെന്ന് എഴുതാം. x = 2 + ലാംഡ, അതുപോലെ തന്നെ y = 4 - 5 ലാംഡ, അടുത്തത് z = -3 + 4 ലാംഡ. ഇതാണ് നമ്മുടെ ജനറൽ പോയിന്റ് ഓൺ ദ ലൈൻ. ഇനി ഈ ലൈൻ ഇവിടെ xy പ്ലെയിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ z-നെ ലാസ്റ്റ് കോർഡിനേറ്റ് ആയിട്ടുള്ള z-നെ എന്ത് കൊടുക്കുക? = 0 കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കിയാൽ 0 = -3 + 4 ലാംഡ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എന്ത് വരും? 4 ലാംഡ = 3 എന്ന് വരും. ദാറ്റ് ഈസ് ലാംഡ = 3/4. ആ ലാംഡ 3/4 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇതിനകത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് ഇവിടുത്തെ മറ്റു കോർഡിനേറ്റുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ x = 2 + ലാംഡയാണ്. ദാറ്റ് ഈസ് നമുക്കിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 + 3/4 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് = 8 + 3/4 എത്ര വരും? 11/4 എന്ന് വരും അല്ലേ. എക്സ് 11/4 ആയിട്ട് 2, 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ വൈയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. വൈയുടെ ഇക്വേഷൻ എന്തായിരുന്നു? y = -4 അല്ലേ, 4 - 5 ലാംഡ. ദാറ്റ് ഈസ് = 4 - 5 ഇൻറ്റു ലാംഡയുടെ വാല്യൂ എന്താ? 3/4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രോസ് ചെയ്യുമ്പോൾ 16 - 15/4 എന്ന് വരും. ദാറ്റ് ഈസ് = 1/4. അപ്പോൾ ദ ഗിവൺ പോയിന്റ് അല്ലെങ്കിൽ ദ റിക്വയർഡ് പോയിന്റ് ഇസ് 11/4, 1/4, 0. 11/4, 1/4 ആൻഡ് 0 ആണ് പോയിന്റ്. 11/4, 1/4, 0. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 11/4, 1/4, 0. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജനറൽ പോയിന്റ് ഓൺ എ പ്ലെയിൻ ആണ് നമ്മളിവിടെ ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കുക. ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ
ത്രൂ ദ പോയിന്റ്സ്, രണ്ട് പോയിന്റുകൾ നമ്മൾ തന്നിട്ടുണ്ട്. ആ രണ്ട് പോയിന്റുകളിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് നമ്മളോട് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സിന്റെ ഫോർമുല എന്തായിരുന്നു? x minus x1 by x2 minus x1 equal to y minus y1 by y2 minus y1 equal to z minus z1 by z2 minus z1. ഇതായിരിക്കും ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ. നിങ്ങൾക്ക് ഇതിനകത്ത് പോയിന്റ് സൗകര്യം പോലെ സെലക്ട് ചെയ്യാം, ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ഇതിനെ x1 y1 z1 എന്ന് എടുത്തോളൂ, ഇതിനെ x2 y2 z2 എന്ന് എടുത്തോളൂ. അങ്ങനെ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം കൂടി എടുക്കാൻ കേട്ടോ. ഇവിടെ എല്ലാം തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നോക്കൂ, x മൈനസ് x1 എന്ന് പറയുന്ന 1 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുമ്പോൾ 7 മൈനസ് 1, x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 7 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് y1 എന്ന് പറയുന്നത് ഇവിടെ മൈനസ് 1 ആണ്. ദെർഫോർ y പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? y2 മൈനസ് y1, അതായത് 0 മൈനസ് മൈനസ് 1 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു z മൈനസ് z1, ഇവിടെ z1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 അല്ലേ. ദാറ്റ് ഈസ് എന്ത് കിട്ടും ഇവിടെ? x മൈനസ് 1 ബൈ 6 ഈക്വൽ ടു y പ്ലസ് 1 ബൈ 1 ഈക്വൽ ടു z മൈനസ് 2 ബൈ 3 എന്നാണ് നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടുക. നോക്കിക്കേ, ഇത് ഏതാണ് ഓപ്ഷൻ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കേ. x മൈനസ് 1 ബൈ 6 പ്ലസ് y പ്ലസ് 1 ബൈ 1 ഈക്വൽ ടു z മൈനസ് 2 ബൈ 3. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ ചെയ്യുന്ന 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിക്കോളൂ, ഇത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് x പ്ലസ് വൈ പ്ലസ് z ഈക്വൽ ടു 1 ആൻഡ് x മൈനസ് 2y പ്ലസ് 3z ഈക്വൽ ടു 1. രണ്ട് പ്ലെയിനുകളുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല cos തീറ്റ ഈക്വൽ ടു n1 ഡോട്ട് n2 ഡിവൈഡഡ് ബൈ മോഡ് n1 മോഡ് n2 അല്ലേ. ഇവിടെ n1 n2 എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ കൂടെയുള്ള a1 b1 c1 a2 b2 c2 ആണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെയും നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ. ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ കമ്പോണൻസ് എടുത്ത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. എന്ത് കിട്ടും നോക്കിക്കേ, 1 ഇൻറ്റു 1 ഇവിടുത്തെ i കമ്പോണൻറ്റ്, എക്സിൻ്റെ കോയഫിഷ്യൻ്റ്, വൈയുടെ കോയഫിഷ്യൻ്റ്, സെഡിൻ്റെ കോയഫിഷ്യൻ്റ്. ഇവിടുത്തെ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോയഫിഷ്യൻ്റ് ആണ് നമ്മൾ ഇവിടുത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആദ്യത്തെ, രണ്ടാമത്തത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ രണ്ടാമത്തത്. ദാറ്റ് ഈസ് മോഡുലസ് എടുത്തോളൂ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 1 പ്ലസ് 3 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ 2 വരും മുകളിൽ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 ഇൻറ്റു റൂട്ട് ഇവിടെ എത്ര കിട്ടും? 14 വരും അല്ലേ. 3 ഇൻറ്റു 14 42 അല്ലേ. 3 ഇൻറ്റു 14 42. അപ്പോൾ 2 ബൈ റൂട്ട് 42 എന്ന ആൻസർ കിട്ടും. 2 ബൈ റൂട്ട് 42. അത് കോസ് തീറ്റയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? തീറ്റയാണ്. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2 ബൈ റൂട്ട് 42 അല്ലേ. അപ്പോൾ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 2 ബൈ റൂട്ട് 42 എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ക്ലിയർ ആണ്. ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ്. രണ്ട് പ്ലെയിനുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ രണ്ട് പ്ലെയിനുകളുടെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്നതും 1 മൈനസ് 1 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതുമായിട്ടുള്ള പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് പ്ലെയിനുകളുടെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു രണ്ടാമത്തെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ ഇക്വേഷൻ എഴുതുക അല്ലേ. അപ്പോൾ ആദ്യത്തെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ എഴുതിക്കേ, എക്സ് പ്ലസ് 2y മൈനസ് സെഡ് മൈനസ് 3 പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ മൈനസ് 3z മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് എഴുതും. ഇതാണ് ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് 1 മൈനസ് 1 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്ലെയിൻ അല്ലേ. റിക്വയർഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൽ ഉള്ളൊരു പോയിന്റ് ആണ് 1 മൈനസ് 1 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 2 മൈനസ് 0 മൈനസ് 3 പ്ലസ് ലാംഡ ഇൻറ്റു 1 മൈനസ് 1 മൈനസ് 0 മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -4 അല്ലേ പ്ലസ്
ഇൻഫാക്ട് ഇറ്റ് ഇസ് -5 ലാംഡ ഈക്വൽ ടു 0 എന്ന് വരും. -5 ലാംഡ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ലാംഡ എന്ന് പറയുന്നത് -4/5. ലാംഡയുടെ വാല്യൂ -4/5 ആണ്. അത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. എക്സ് പ്ലസ് 2y മൈനസ് സെഡ് -3 മൈനസ് 4/5 ആണ് ലാംഡയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 4/5 ഇൻറ്റു അടുത്തത് എക്സ് പ്ലസ് y മൈനസ് 3z മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് വരും. ഇത് ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 5 ഇൻറ്റു എക്സ് പ്ലസ് 2y മൈനസ് z മൈനസ് 3 മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് y മൈനസ് 3z മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x പ്ലസ് 10y മൈനസ് 5z മൈനസ് 15 മൈനസ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x മൈനസ് 4y പ്ലസ് 12z പ്ലസ് 20 ഈക്വൽ ടു 0 എന്ന് വരും. 5x മൈനസ് 4x എക്സ്, 10y മൈനസ് 4y പ്ലസ് 6y മൈനസ് 5z 12z പ്ലസ് 7z വരും അല്ലേ. പിന്നെ പ്ലസ് 20 എന്ന് കിട്ടും ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നോക്കുക, ഇത് ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കിവിടെ എക്സ് പ്ലസ് 6y പ്ലസ് 7z പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2020 നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 8 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.